നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് സൂര്യൻ്റെ ജനന ദിവസമാണ്. രഥസപ്തമി, മകരമാസത്തിലെ രഥസപ്തമി ദിവസമാണ് സൂര്യദേവൻ ജനിച്ചത്. സൂര്യദേവനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിന്ന് ഈ പ്രകൃതിയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ദേവനാണ്. പ്രകൃതിയിൽ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയുമാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യനെ നമ്മൾ നമസ്കരിക്കുന്നതും സൂര്യൻ്റെ മന്ത്രങ്ങൾ പറയുന്നതും കഴിഞ്ഞ ജന്മവും ഈ ജന്മവും ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ആ മന്ത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആദിത്യസ്ത്വാതിദേവ എം ഭാസ്കര ഭവനാശന വിശ്വമൂർത്തി വിശ്വനേത ചിന്മൂർത്തി ചിന്തിതാർത്ഥത. ദിവസവും രാവിലെ ഒരു 6:30 മണി സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന നേരത്ത് കിഴക്ക് നോക്കി ഈ മന്ത്രം 11 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ പാപകർമ്മങ്ങൾ മാറ്റപ്പെടും എന്നാണ് സങ്കല്പം. ഞായറാഴ്ച ദിവസത്തെ വ്രതമാണ് ഈ വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ മാസവും വ്രതങ്ങൾ അനുഷ്ഠിക്കാം. അതിൽ ഞായറാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ചിങ്ങമാസ വ്രതം, കന്നിമാസ വ്രതം, തുലാമാസ വ്രതം, വൃശ്ചികമാസ വ്രതം, ധനുമാസ വ്രതം, മകരമാസ വ്രതം, കുംഭമാസ വ്രതം, മീനമാസ വ്രതം, മേടമാസ വ്രതം, ഇടവമാസ വ്രതം, മിഥുനമാസ വ്രതം, കർക്കിടകമാസ വ്രതം. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമായി കരുതുന്നത് പ്രദോഷവ്രതമാണ്. പ്രദോഷ ദിവസം ജലപാനം എടുക്കാതെ ശിവനെ ധ്യാനിച്ച് ശിവക്ഷേത്രത്തിൽ പോയി വൈകുന്നേരം കരിക്ക് ജപിച്ച് കുടിക്കുന്ന വ്രതമാണ്. അത് 18 എണ്ണം എടുക്കണം. 18 വ്രതമെടുത്ത് ശിവനെ ധ്യാനിച്ചാൽ വളരെ അനുഗ്രഹം കിട്ടുന്നൊരു വ്രതമാണ് പ്രദോഷവ്രതം. അതുപോലെ തന്നെ ഷഷ്ഠിവ്രതം, സ്കന്ദഷഷ്ഠി, പിന്നീട് തിരുവാതിര വ്രതം, ഏകാദശി വ്രതങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി വ്രതം സ്വർഗവാതിൽ ഏകാദശി വ്രതമാണ്. സ്വർഗവാതിൽ ദിവസം വർഷത്തിൽ ഒരു ദിവസമാണ് ആ വ്രതം വരുന്നത്, ഡിസംബർ മാസത്തിൽ. ആ സ്വർഗവാതിൽ ഏകാദശി ദിവസം ശ്രീ പത്മനാഭസ്വാമിയെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് ആ അമ്പലത്തിലെ 3 വാതിലിലൂടെയും ദർശിച്ചാൽ എല്ലാ പാപത്തിനും പുണ്യം കിട്ടും, മോക്ഷപ്രാപ്തി നേടാം, സ്വർഗത്തിൽ പ്രവേശിക്കാം. അതാണ് സങ്കല്പം.